11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമുക്ക് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്റർ തുടരാം. നമ്മൾ ഇതുവരെ ന്യൂറോണിൻ്റെ സ്ട്രക്ചറും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോണൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ന്യൂറോണിൽ കൂടി എങ്ങനെയാണ് നെർവ് ഇമ്പൾസ് കടന്നു പോകുന്നതെന്ന് നോക്കാം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചു അത് ഇലക്ട്രോ കെമിക്കൽ ഇമ്പൾസസ് ആയിട്ടാണെന്ന്. അതായത് ഒരു ഡെൻഡ്രൈറ്റ് ചുറ്റും നിന്നുള്ള എൻവയൺമെൻറ്റിൽ നിന്നുള്ള ഇമ്പൾസ് സ്വീകരിച്ചതിന് ശേഷം അതിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് നമ്മുടെ ആക്സോണിൽ കൂടി കടന്ന്, അതായത് ഡെൻഡ്രൈറ്റിൽ നിന്ന് എങ്ങോട്ട് കൊടുക്കും? സെൽ ബോഡിയിലേക്ക്, അല്ലേ? സെൽ ബോഡിയിൽ നിന്ന് അത് നീണ്ട ആ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, അതായത് ആക്സോൺ, അതിൽ കൂടി കടന്നിട്ട് അതിൻ്റെ എൻഡ് വരെ എത്തും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആക്സോണിൽ കൂടി ഈ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് കടന്നു പോകുന്നത് എന്നാണ്. ഇതൊരു 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാം. ഇവിടെ നമ്മൾ 2 സ്റ്റേജ് ആയിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. ആദ്യത്തേതിനെ പറയുന്ന പേര് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്നാണ്. അതായത് നെർവ് ഇമ്പൾസ് ഒന്നും കടന്നു പോകാതെ, അല്ലെങ്കിൽ ഒരു മെസ്സേജും കടത്തി വിടാതെ ഇരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമുക്ക് ന്യൂറോണിനെ എന്ത് പറയാം? റെസ്റ്റിംഗ് ന്യൂറോൺ, അല്ലെ? വിശ്രമിക്കുന്ന സമയമാണ് ന്യൂറോൺസ്. അത് വളരെ ഫ്രാക്ഷൻ ഓഫ് മില്ലി സെക്കൻഡ്സ് ആണ് കേട്ടോ. നമ്മുടെ കാരണം എപ്പോഴും ഇങ്ങനെ മെസ്സേജസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം അതിനെ പറയുന്ന പേരാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ഇനി ഒരു മെസ്സേജ് കടന്നു വരുമ്പോഴോ അതിനെ പറയുന്ന പേരാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് രണ്ടും വ്യക്തമായി മനസ്സിലാക്കാം. ആദ്യം നമുക്ക് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലി സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ തന്നെ ആ വേർഡ് നോക്കൂ, പൊട്ടൻഷ്യൽ, അല്ലേ? നമ്മൾ ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ 10th പഠിച്ചു. ഇപ്പോൾ നിങ്ങൾ 11th 12th ഇനി ഇലക്ട്രിസിറ്റി കൂടുതൽ പഠിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വന്നാൽ മാത്രമേ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുള്ളൂ. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഒരു മൈൽഡ് ഇലക്ട്രിക് ഫ്ലോ തന്നെയാണുള്ളത്. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്കിപ്പോൾ 2 അയോൺസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്, സോഡിയം ആൻഡ് പൊട്ടാഷ്യം. ഇതിനെ നമ്മൾ സോഡിയം പൊട്ടാഷ്യം പമ്പ് എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ഒരു ആക്സോണിൻ്റെ എൻലാർജ് വ്യൂ ആണ്. നിങ്ങൾക്കറിയാം, ഒരു ന്യൂറോൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ലോങ് ആയിട്ടുള്ള ബ്രാഞ്ചിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വരച്ചതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഇതൊരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് എന്തുണ്ട്? ഈ സൈറ്റോപ്ലാസം ഉണ്ട്, അല്ലേ? അപ്പോൾ ആക്സോണിനകത്തുള്ള സൈറ്റോപ്ലാസത്തെ നമുക്ക് ആക്സോപ്ലാസം എന്ന് വിളിക്കാം. ഇതതിൻ്റെ ആക്സോണൽ മെംബ്രെയിൻ ആണ്, പ്ലാസ്മ മെംബ്രെയിൻ. ഇതിനകത്ത് ആക്സോപ്ലാസം ഉണ്ട്. അപ്പോൾ സാധാരണ ഒരു നെർവ് ഇമ്പൾസ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത്, അതിനെ ഞാൻ പറഞ്ഞു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, അല്ലേ? ആ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൻ്റെ സമയത്ത് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പുറത്ത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, അകത്ത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതായത് ആക്സോണൽ മെംബ്രെയിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ വരയ്ക്കണം. അപ്പോൾ ഞാൻ ഈ 3 ഡയമെൻഷൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു ഹോളോ ആയിട്ടുള്ളൊരു, ഹോളോ അല്ല, അതിനകത്തൊരു ആക്സോപ്ലാസം ഉണ്ടെങ്കിലും ഇതിൻ്റെ മുഴുവൻ പുറത്തായിട്ട് പോസിറ്റീവ് ചാർജ് നമ്മൾ വരയ്ക്കുമ്പോൾ 2 സൈഡ് കാണിക്കുന്നുള്ളെങ്കിലും മൊത്തത്തിൽ പോസിറ്റീവ് ചാർജ്, അകത്ത് മൊത്തത്തിൽ നെഗറ്റീവ് ചാർജാണ് വരുന്നത്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് പോളറൈസ്ഡ് കണ്ടീഷൻ. അപ്പോൾ ഒരു മെംബ്രെയിൻ പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ പുറവശത്ത് ആക്സോണൽ മെംബ്രെയിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ്. അതെപ്പോഴാണ് പോളറൈസ്ഡ് ആയിട്ടിരിക്കുന്നത്? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, അതായത് മെസ്സേജസ് ഒന്നും കടന്നു പോകാത്ത ആ സമയത്താണ്. ഇനി എങ്ങനെയാണ് ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പോളറൈസ്ഡ് സ്റ്റേറ്റ് ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഒരു ഇതും മെസ്സേജും കടത്തി വിടാത്ത സമയത്ത് നമ്മുടെ ഈ ആക്സോണൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇംപെർമിയബിൾ ആണ്. ആർക്ക്? സോഡിയം അയോൺസ്. സോഡിയം അയോൺസിനെ അതിന് പോകാൻ സമ്മതിക്കില്ല. അതേപോലെ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, ഈ 2 വസ്തുക്കളെ ഇത് കടന്നു പോകാൻ സമ്മതിക്കില്ല. ഇവിടെ എല്ലാ അയോൺ ചാനൽസ് ഇങ്ങനെ ഉണ്ട്. പക്ഷെ അവരെല്ലാം ആരെയും കടത്തിവിടില്ല? സോഡിയത്തിനെയും നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസിനെയും കടത്തിവിടില്ല. പകരം ഇത് വളരെ പാർഷ്യാലിറ്റിയാണ്, അല്ലേ? പെർമിയബിൾ ടു പൊട്ടാഷ്യം. പൊട്ടാഷ്യത്തിനോട് പറയും അപ്പോഴേക്കും ഒരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ സോഡിയത്തിനെയും നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസിനെയും തടഞ്ഞു വെക്കുകയും പകരം പൊട്ടാഷ്യത്തെ പോകാൻ അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പുറത്തൊക്കെയുള്ള ഈ പൊട്ടാഷ്യം എല്ലാം അകത്ത് വന്നിട്ട് ഇതിനകത്ത് പൊട്ടാഷ്യത്തിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. പക്ഷേ സോഡിയം താരതമ്യേന കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സെല്ലിന് അത് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലേ? കാരണം പൊട്ടാഷ്യത്തിനെ മാത്രമാണ് മെംബ്രെയിൻ അലവ് ചെയ്യുന്നത്. പക്ഷേ സോഡിയം പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ കുറച്ച് സോഡിയം അകത്തുമുണ്ട്. പിന്നെ നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസ് അകത്തുണ്ട്, അവരെ പോകാനും സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 2 പൊട്ടാഷ്യം
അയോൺസ് അകത്തേക്ക് താനെ കടന്നു വരും. കാരണം പെർമിയബിൾ അല്ലേ, പുറത്തുനിന്ന് പൊട്ടാഷ്യം അയോൺസ് ഈ ചാനൽ വഴി അകത്ത് വരും. അങ്ങനെ എപ്പോൾ 2 പൊട്ടാഷ്യം അയോൺസ് അകത്ത് വരുന്നു ആ സമയത്ത് സെല്ല് 3 സോഡിയം അയോൺസിനെ പുറത്തേക്ക് കളയും. ഓക്കെ, അപ്പോൾ ഇത് നാച്ചുറലി പൊട്ടാഷ്യത്തിന് പെർമിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആക്സോൺ മെമ്പറിൻ്റെ പുറത്ത് നിന്ന് 2 പൊട്ടാഷ്യം അയോൺസ് അകത്ത് അയോൺ ചാനലിൽ കൂടി കടക്കുന്ന ഉടനെ തന്നെ സെല്ല് 3 സോഡിയം അയോണിനെ പുറത്തു തള്ളും. അപ്പോൾ ഈ 3 സോഡിയം അയോണിനെ പുറന്തള്ളാനായിട്ട് സെല്ലിന് എന്ത് ഉപയോഗിക്കണം? എനർജി, ATP ഉപയോഗിക്കണം. അപ്പോൾ ATP ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടിനെ നമ്മൾ എന്ത് പറയും? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലേ. അപ്പോൾ ഇവിടെ സോഡിയം പുറത്തു തള്ളുന്നത് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കറിയാം, ഇവിടെ 2 പോസിറ്റീവ് അകത്ത് വരുമ്പോൾ 3 പോസിറ്റീവ് പുറത്തു പോകുന്നു. അപ്പം നെറ്റായിട്ട് എന്താണ് കൂടുതലുള്ളത്? പോസിറ്റീവ് ചാർജാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മെംബ്രെയിൻ ഔട്ട്സൈഡ് എന്തായി? പോസിറ്റീവുമായി, ഇൻസൈഡ് എന്തായി? നെഗറ്റീവുമായി. ഇതിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്നാൽ ഇമ്പൾസസ് ഒന്നും കടത്തിവിടാത്ത ഒരു സ്റ്റേജാണ്. ആ സമയത്ത് മെംബ്രെയിനെ നമ്മൾ പോളറൈസ്ഡ് എന്ന് പറയുന്നു. അതായത് ആക്സോൺ മെംബ്രെയിനിൻ്റെ പുറം ഭാഗം പോസിറ്റീവ് ആയിരിക്കും, അകവശം നെഗറ്റീവ് ആയിരിക്കും. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൻ്റെ സമയത്ത് ഈ ആക്സോണൽ മെംബ്രെയിൻ പൊട്ടാഷ്യം അയോൺസിന് പെർമിയബിൾ ആവുകയും സോഡിയം അയോൺസിനും നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസിനും ഇംപെർമിയബിൾ ആവുകയും ചെയ്യും. അപ്പോൾ അകത്തേക്ക് കടന്നു വരുന്ന ഓരോ 2 പൊട്ടാഷ്യം അയോണിന് പകരമായി 3 സോഡിയം അയോണിനെ സെല്ല് ആക്റ്റീവ്ലി പുറത്ത് കളയുന്നു. അതുകൊണ്ട് തന്നെ പുറവശം പോസിറ്റീവ് ആയിരിക്കുന്നു, അകവശം നെഗറ്റീവ് ആയിരിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പോളറൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് ദി മെംബ്രെയിൻ. ഇവിടെ ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൻ്റെ സമയത്തുള്ള ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് -70 മില്ലി വോൾട്ട് എന്ന് നമുക്ക് കണക്കാക്കാം. ഇനി നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് വരുമ്പോൾ ഒരു മെസ്സേജ് വരികയാണ്. അപ്പോൾ അത് ഡെൻഡ്രൈറ്റിൽ നിന്ന് സെൽ ബോഡി വഴി ആക്സോണിൽ എത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിതിനെ ഓരോ പോയിന്റ് ആയിട്ട് എടുക്കാം. ഇത് ആക്സോണിൻ്റെ ആദ്യ ഭാഗത്ത് എത്തി, ഈ മെസ്സേജ് ഇവിടെ ഇത്രയും ഭാഗത്ത് എത്തിയെന്ന് വിചാരിക്കുക. ഈ മെസ്സേജ് ഇവിടെ എത്തുന്നത് എന്ത് മെസ്സേജോ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ബ്രെയിനിലോട്ട് കടത്തി വിടാനുള്ളതാണ്. ആ ഒരു സ്റ്റിമുലസ് വന്ന ഉടനെ ഇവിടുത്തെ ഈ അയോൺ ചാനലിൻ്റെ സ്വഭാവം മാറും. അതെന്ത് ചെയ്യും? ഇത്ര നേരം സോഡിയം അയോൺസിനെ അനുവദിക്കില്ലായിരുന്നു, ഇപ്പം പറയാം എന്നാൽ സോഡിയവും കൂടെ കടന്നു പൊക്കോളാൻ പറയും. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ സോഡിയത്തിനെ നമ്മളിവിടെ പുറന്തള്ളിയിട്ടുണ്ടല്ലേ, അതുകൊണ്ടാണ് പുറത്ത് പോസിറ്റീവ് ചാർജ് വന്നത്. ഉടനെ എന്ത് പറ്റും? ഈ സോഡിയം അയോൺസ് എല്ലാം കൂടി അകത്തേക്ക് വരും. ഇതിനെ പറയുന്ന പേരാണ് സോഡിയത്തിൻ്റെ ഇൻഫ്ലക്സ്. അകത്തേക്കുള്ള ഒരു ഒഴുക്ക് തന്നെ സംഭവിക്കും. അപ്പോൾ അത് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, ഇവിടെ ഒന്നും അനുവദിക്കില്ല. ഈ ഒരു അയോൺ ചാനൽ മാത്രമാണ് തുറക്കുന്നത്. എവിടെയാണോ സ്റ്റിമുലസ് എത്തിയത് അവിടെ മാത്രം. അപ്പോൾ എന്ത് പറ്റും? സോഡിയം എല്ലാം കൂടി അകത്ത് വരുമ്പോൾ അകവശം പോസിറ്റീവായിട്ട് മാറുന്നു, അതേസമയം പുറത്ത് എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു സ്പോട്ട്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിനൊരു A എന്നുള്ളൊരു പോയിന്റ് ആയിട്ട് എടുത്താൽ, എയിൽ മാത്രം പുറവശം നെഗറ്റീവും അകം പോസിറ്റീവുമാണ്. കാരണം സോഡിയത്തിൻ്റെ ഇൻഫ്ലക്സ് നടന്നു, പെർമിയബിലിറ്റി ചേഞ്ച് ചെയ്തതുകൊണ്ട്. അടുത്ത പോയിന്റ്, അത് ഇപ്പം ഞാൻ ഇതൊരു അടുത്ത പോയിന്റ് ആയിട്ട് എടുത്താൽ ഇത് B ആണ്. ബിയിൽ ഇപ്പോഴും സംഭവം പഴയപടി തന്നെയാണ്, പോളറൈസ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ആ പോളാരിറ്റി മാറി അല്ലേ, അകത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവുമായുണ്ട് നമ്മൾ ഈ മെംബ്രെയിൻ ഡീപോളറൈസ്ഡ് സ്റ്റേജ് എന്ന് പറയുന്നു. അതായത് പൊളാരിറ്റി മാറിക്കഴിഞ്ഞു. ഇനി ഈ ഒരു അവസ്ഥ, അതായത് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ്, അകവശം പോസിറ്റീവും പുറവശം നെഗറ്റീവായിട്ടുള്ള സ്റ്റേജിനെ പറയുന്ന പേരാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ അഥവാ നെർവ് ഇമ്പൾസ്. അത് വരുന്ന ആ ഒരു സൈറ്റിൽ മാത്രമാണ് ഈ ഡീപോളറൈസേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ സംഭവിച്ചത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്. നമ്മളൊരു സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, പോസിറ്റീവ് നെഗറ്റീവിലേക്കല്ലേ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഒഴുകും. അതായത് മെംബ്രെയിൻ്റെ അകഭാഗത്ത് ഇത് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ എന്താവും? ഈ ഭാഗത്തെല്ലാം പോസിറ്റീവായി, അതേസമയം ഇതെല്ലാം എന്തായി? നെഗറ്റീവായി. ഇനി പുറത്തോ? ഇത് ബിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്യും, വീണ്ടും ഇവിടെ പോസിറ്റീവായി, ഇവിടെ നെഗറ്റീവായി. അപ്പോൾ ഒരു സ്റ്റിമുലസ് എത്തിയ ആ ഭാഗത്ത് മാത്രം അയോൺ ചാനൽ ഓപ്പൺ ചെയ്ത് സോഡിയം അകത്ത് വന്ന് അവിടെ അകം പോസിറ്റീവും പുറം നെഗറ്റീവുമായതിനെ നമ്മൾ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ് അഥവാ ആക്ഷൻ പൊട്ടൻഷ്യൽ അഥവാ നെർവ് ഇമ്പൾസ് എന്ന് മനസ്സിലാക്കി. ഉടനെ തന്നെ ഇത് എ ഭാഗത്ത് നിന്ന് ബിയിൽ, അതായത് പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകും. അപ്പോൾ ഉൾവശത്ത് എയിൽ നിന്ന് ബിയിലേക്കും പുറത്ത് ബിയിൽ നിന്നും എയിലേക്കും. അപ്പോൾ ഇവിടെ വീണ്ടും എന്തായി?
റീപോളറൈസ്ഡ് ആയി. ഈ പോളറൈസ്ഡ് മെംബ്രെയിൻ വീണ്ടും എന്തായി, ഡീപോളറൈസ് ആയതിനു ശേഷം റീപോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ ഈ ഭാഗം ഇപ്പം ബി ഇപ്പം എന്തായിട്ട് മാറി, ഡീപോളറൈസ്ഡ് ആയി. അതായത് നെർവ് ഇമ്പൾസ് അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ സൈറ്റ് എയിൽ നിന്ന് ഇപ്പോൾ സൈറ്റ് ബിയിൽ വന്നു. ഉടനെ തന്നെ എന്ത് പറ്റും, ഇത് ഇവിടെ നിന്ന് അടുത്ത സൈറ്റ് സിയിലേക്ക് പോകും. അപ്പോൾ വീണ്ടും ബി എന്താവും, റീപോളറൈസ്ഡ് ആവും, ഇത് ഡീപോളറൈസ്ഡ് ആയി. അപ്പോൾ സ്റ്റിമുലസ് എയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് സിയിലെത്തി, ഇനി സിയിൽ നിന്ന് ഡിയിലെത്തി. അങ്ങനെ ഇത് ആ ആക്സോണിൻ്റെ എൻഡ് വരെ ഇതേ രീതിയിലാണ് ഈ സ്റ്റിമുലസ് കടന്ന് പോകുന്നത്. ഒരു സ്റ്റിമുലസ് അങ്ങ് കടന്നു ഉടനെ മറ്റേ ഭാഗം എന്തായി, പോളറൈസ്ഡ് സ്റ്റേറ്റ് മാറുകയാണ്. റീപോളറൈസ്ഡ് ആയിട്ട് വീണ്ടും പുറഭാഗം പോസിറ്റീവും അകഭാഗം നെഗറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു +30 മില്ലി വോൾട്ട് മുതൽ ഒരു +45 മില്ലി വോൾട്ട് വരെയുള്ള റേഞ്ചിലാണ് അത് സംഭവിക്കുന്നത്. ഇനി ഇത് എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫ്ലോ എങ്ങനെയായിരിക്കും, യൂണി ഡയറക്ഷനിൽ. ഒരിക്കലും നെർവ് ഇമ്പൾസ് തിരിച്ച് ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് പോകേണ്ട ആ ഡയറക്ഷൻ തന്നെ അത് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പഠിപ്പിച്ച പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, അതെനിക്ക് വലിയ ഉപകാരമായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.